മെയിൽ സൈക്കോളജി അനുസരിച്ച് ഭർത്താക്കന്മാർ ഭാര്യമാരിൽ നിന്നും കേൾക്കാൻ താല്പര്യപ്പെടാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, കമാൻഡിങ് ആയിട്ടുള്ള ആജ്ഞാപിക്കുന്ന സ്വരത്തില് അത് ചെയ്യും ഇത് ചെയ്യും, ഞാൻ പോയിട്ട് വരുമ്പോ ഇന്നത് ചെയ്ത് വെക്കണം, ഞാൻ അവിടെ പോകുമ്പോഴേക്ക് ഇന്നത് വാങ്ങിച്ചു വെക്കും. കമാൻഡിങ് ആയിട്ടുള്ള രീതിയിലെ സംഭാഷണം ഒരു ഭർത്താക്കന്മാരും കേൾക്കാൻ ആഗ്രഹിക്കില്ല. രണ്ട്, ഡിമാൻഡ്. നിങ്ങൾ അത് ചെയ്താൽ ഞാൻ ഇന്നത് ചെയ്യും, ഞാൻ എന്റെ ഷെയർ ഇത്ര തരണമെങ്കിൽ നിങ്ങളുടെ ഇത്രയും എനിക്ക് തരണം. ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ഡിമാൻഡ് വെച്ചിട്ടുള്ള സംഭാഷണവും ഒരു ഭർത്താക്കന്മാരും കേൾക്കാൻ ആഗ്രഹിക്കുകയുമില്ല, അവരെ കൂടുതൽ പ്രൊവോക്ക് ആക്കുകയും ചെയ്യും. മൂന്നാമത്, നിങ്ങളെ കെട്ടിയിട്ടാണ് എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്, അപ്പുറത്തെ വീട്ടിലെ സ്ത്രീയുടെ ഹസ്ബൻഡിനെ കണ്ടോ അവർ അങ്ങനെ ചെയ്യുന്നല്ലോ എന്നുള്ള കമ്പാരിസൺ. മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളെ കെട്ടിയിരുന്നെങ്കിൽ എന്റെ ജീവിതം കുറച്ചുകൂടെ ബെറ്റർ ആവുമായിരുന്നു എന്നുള്ള രീതിയിൽ ഒരു കുത്തി കുത്തി വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭാഷണവും ഒരു ഭർത്താക്കന്മാരും കേൾക്കാനായിട്ട് ആഗ്രഹിക്കുകയില്ല. അപ്പൊ ഈ തരം ഡയലോഗുകൾ ഒഴിവാക്കി പകരം ഹസ്ബൻഡിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ചെറിയൊരു കാര്യമാണ് ചെയ്തതെങ്കിൽ കൂടി അവരെ ഒന്ന് അപ്രീഷിയേറ്റ്